once again, welcome back to Virtual Teaching. നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് ഡിസിഷൻ എന്ന സബ്ജക്റ്റിലെ ഓരോ ചാപ്റ്ററിലെയും എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഓരോ ചാപ്റ്ററിൻ്റെയും എക്സ്പ്ലനേഷൻ ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ ആ വീഡിയോ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യാം. നമുക്കപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ എക്സാമിന് വരുന്ന ആ സെയിം പാറ്റേൺ തന്നെ 2 മാർക്സ് 5 മാർക്സ് ദെൻ 50 മാർക്സ് ആ ഒരു പാറ്റേൺ തന്നെയാണ് ഞങ്ങളുടെ ക്വസ്റ്റ്യൻസും തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ബിസിനസ് എക്കണോമിക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ഡിസിഷൻ. Third question, what is decision making? Fourth question, what are rational decision? And fifth question, what is opportunity cost? അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അതാണ് ഈ ക്വസ്റ്റ്യൻസ് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിസിഷൻ ആൻഡ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ എപ്പോഴും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആ ഡിസിഷൻ മേക്കിംഗ് ആ ഒരു പോർഷനിലുള്ള പോർഷൻസ് ആണ്. ആ ഒരു ടോപ്പിക് തൊട്ടുള്ള പോർഷൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഡിസിഷനും അതുപോലെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും അത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം. നെക്സ്റ്റ് 50 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ, വാട്ട് ഈസ് ഡിസിഷൻ മേക്കിംഗ്? വാട്ട് ആർ ദ വേരിയസ് എലമെൻറ്റ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്? Second question, explain the economic theories which can be used in decision making. And third question, what are the steps involved in decision making? നമുക്കിത് ക്ലിയർ ആവും എന്താണ് ഡിസിഷൻ മേക്കിംഗ് എന്ന പോർഷൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ എന്താണ് ഈ മൈക്രോ മാക്രോ എക്കണോമിക്സിൻ്റെ ഡിഫറൻസ്, അതും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. 5 മാർക്കോടെ മെയിൻ ചോദിക്കാറുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. നമുക്കിനി സെക്കൻഡ് മൊഡ്യൂളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് മെൻ ബൈ ഡിമാൻഡ്? ദെൻ ഡിഫൈൻ എലാസിറ്റി ഓഫ് ഡിമാൻഡ്. വാട്ട് ഈസ് ഡിമാൻഡ് ഷെഡ്യൂൾ? വാട്ട് ഈസ് ലോ ഓഫ് ഡിമാൻഡ്? വാട്ട് ഈസ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്? വാട്ട് ഈസ് ഡെൽഫി ടെക്നിക്? നെക്സ്റ്റ് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ആർ ദ എക്സെപ്ഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ്? വാട്ട് ആർ ദ വേരിയസ് ഡിഗ്രി ഓഫ് പ്രൈസ് ഇലാസിറ്റി? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ്? വാട്ട് ആർ ദ വേരിയസ് മെത്തേഡ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഫോർ ന്യൂ പ്രൊഡക്റ്റ്? അപ്പോൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ലോ ഓഫ് ഡിമാൻഡ്, പിന്നെ പ്രൈസ് ഇലാസിറ്റി. ആ പ്രൈസ് ഇലാസിറ്റി വേരിയസ് ഡിഗ്രീസും നോക്കണം. അതുപോലെ തന്നെ അതിൻ്റെ വേരിയസ് ഫാക്ടേഴ്സ് എന്തെല്ലാം ക്ലിയർ ആയിട്ട് നോക്കണം കേട്ടോ. നെക്സ്റ്റ് 50 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. വൈ ഡസ് ഡിമാൻഡ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ്? വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ 50 മാർക്സിൻ്റെ. ഇത് ശരിക്കും നോക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടി. വൈ ഡസ് ഡിമാൻഡ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ്സ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ലോ ഓഫ് ഡിമാൻഡ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് അസംഷൻസ് ആൻഡ് എക്സെപ്ഷൻ? അപ്പോൾ വാട്ട് ഈസ് ലോ ഓഫ് ഡിമാൻഡിന് 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ 5 മാർക്ക് 50 മാർക്കായിട്ട് ചോദിക്കാറുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് ചാപ്റ്റർ ആണ്. 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ആർ ദ അസംഷൻസ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? വാട്ട് ഈസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഐസോകോൺ ആൻഡ് വാട്ട് ഈസ് ഐസോകോൺ? അപ്പോൾ ഐസോകോണിൻ്റെ പ്രോപ്പർട്ടീസും എന്താണ് ഐസോകോൺ എന്നും മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. അതൊന്ന് ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് പോകണം. നെക്സ്റ്റ് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഹൗ വിൽ യു ഡിറ്റർമൈൻ ഒപ്റ്റിമം ഇൻപുട്ട് കോമ്പിനേഷൻ? എക്സ്പ്ലെയിൻ ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ ആൻഡ് എക്സ്പ്ലെയിൻ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺ. അപ്പോൾ ഈ ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിലും ഡിമിനിഷിംഗ് റിട്ടേൺ രണ്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ചിലപ്പോൾ 5 മാർക്ക് അല്ലെങ്കിൽ 50 മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. നെക്സ്റ്റ് 50 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പ്ലെയിൻ എക്കണോമിക്സ് ഓഫ് സ്കെയിൽ. സെക്കൻഡ് വൺ, ഡിസ്കസ് ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ഹൗ ഡസ് ഇറ്റ് ഹെൽപ്പ് ദ ബിസിനസ് മാനേജർ ഇൻ ഡിസിഷൻ മേക്കിംഗ്? ഇതാണ് 50 മാർക്ക് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഫോർത്ത് ചാപ്റ്റർ. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വെച്ചാൽ ഇതിൽ കുറേ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ക്വസ്റ്റ്യനാണ്. കാരണം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോസ്റ്റ്, കുറേ വെറൈറ്റി ഓഫ് കോസ്റ്റ് നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് ക്ലിയർ നോക്കണം. ഫസ്റ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് സങ്ക് കോസ്റ്റ്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യനുകളിൽ വരാൻ ചാൻസ് ക്വസ്റ്റ്യൻ. സങ്ക് കോസ്റ്റ് എന്നത്. എക്സ്പ്ലെയിൻ മാർജിനൽ കോസ്റ്റ്. വാട്ട് ആർ ഷട്ട് ഡൗൺ കോസ്റ്റ്? ദെൻ ഹൗ വിൽ യു ഡിറ്റർമൈൻ ആവറേജ് കോസ്റ്റ്? വാട്ട് ഡു യു മീൻ ബൈ അക്കൗണ്ടിങ് കോസ്റ്റ്? ഇതെല്ലാം 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ദ ഷോർട്ട് റൺ കോസ്റ്റ് ഔട്ട്പുട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഔട്ട്പുട്ട് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ഡിസ്കസ്. വാട്ട് ആർ ദ ഡിറ്റർമിനൻസ് ഓഫ് കോസ്റ്റ്? എക്സ്പ്ലെയിൻ ദ ഷേപ്പ് ഓഫ് കോസ്റ്റ് കർവ് ഇൻ ഷോർട്ട് ആൻഡ് ലോങ് റൺ. ഈ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. 50 മാർക്ക് ക്വസ്റ്റ്യൻസിൽ ഒന്നാമത്തെയാണ്, എക്സ്പ്ലെയിൻ ദ കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ഇൻ ദ ഷോർട്ട് റൺ.
What is optimum firm and how a firm reach optimum level of production in the short run and long run? ഈ ഒരു ആൻസർ നോക്കുമ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പേജിലാണ് ഇതിൻ്റെ കൊടുത്തിട്ടുള്ളത്. സമ്മറി എന്ന് ഓർത്തുണ്ട്. ഒപ്റ്റിമം എന്താണ് ഫോമിൻ്റെ ഒരു സമ്മറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്, ആ ഒരു പോർഷനാണ് ഇവിടെ എഴുതി വയ്ക്കേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഒപ്റ്റിമം ഫോം, അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് ആണ് 5th ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഡിഫൈൻ മോണോപ്പൊളി. വാട്ട് ഈസ് ഒളിഗോപ്പൊളി? വാട്ട് ഈസ് kinked demand curve? What is meant by pure competition? What is price leadership? What is duopoly? What do you mean by marginal revenue? What is full cost pricing? What is price discrimination? And what are the advantages of cost plus pricing? അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഞാൻ കുറേ 2 മാർക്ക് ക്വസ്റ്റ്യൻ ഇട്ടുണ്ട്. കാരണം ഇതെല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏത് ക്വസ്റ്റ്യൻ വരും നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് കൊടുത്തുള്ളത്. ഇതെല്ലാം എക്സാം പേപ്പറിൽ കണ്ടിട്ടുണ്ട്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും സ്ഥിരം കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഒന്ന് നോക്കിയിട്ട് പോകണം നമ്മൾ എക്സാമിന് മുമ്പ്. ഇനി ഈ 5 മാർക്ക് ക്വസ്റ്റ്യൻസും 50 മാർക്ക് ക്വസ്റ്റ്യൻസും ഈ ക്വസ്റ്റ്യൻ തന്നെ 5 മാർക്കായിട്ടും വരാറുണ്ട്, 50 മാർക്കായിട്ടും വരാറുണ്ട്. അപ്പോൾ 5 മാർക്കാണെങ്കിൽ നമുക്ക് പോയിന്റ്സ് കുറച്ച് തരാതി. 50 മാർക്സ് ആകുമ്പോൾ നമ്മളൊരു കുറച്ചുകൂടിയും കൂടുതൽ നമ്മൾ കണ്ടന്റ് എഴുതണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ? വാട്ട് ആർ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്? എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ക്യാരക്ടേഴ്സ് എന്തെല്ലാമാണെന്നും. എക്സ്പ്ലെയിൻ പ്രൈസിംഗ് അണ്ടർ പ്രൈസ് ലീഡർഷിപ്പ്. വാട്ട് ഈസ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ? വാട്ട് ഈസ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ? ഇതോടെ നമ്മുടെ ഈ ഒരു PBDയിലെ എല്ലാ 5 മൊഡ്യൂളിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ചാപ്റ്റർ വൈസ് റിവിഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക്, എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് പോയി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വെറും ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ ഓരോ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും, റിവിഷൻ പോലെ നടത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ എത്തിക്കുക. അപ്പോൾ താങ്ക്